34കാരനായ വിഷ്ണു എന്ന യുവാവ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ചതിയിൽ കുടുങ്ങി ദിവസങ്ങളായി ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കടക്കൽ കാര്യം സ്വദേശിയാണ് വിഷ്ണു. മകനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ കഴിയുന്നില്ല എന്ന നിരാശയിൽ പിതാവ് ജീവനൊടുക്കുകയും ചെയ്തു. സ്പെയർ പാർട്സ് കമ്പനിയായ ബ്രൈറ്റ് ഹോം ട്രേഡിംഗ് സ്പെയർ പാർട്സ് നൽകിയ പരാതിയിൽ യുവാവിനെ കുടുക്കാൻ ബോധപൂർവം ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പരാതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്നതിനാൽ വിഷ്ണുവിന് നാട്ടിലേക്ക് പോകാനോ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി തേടാനോ സാധിക്കില്ല. എന്നാൽ വർഷങ്ങളായി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും വിഷ്ണു മറ്റൊരു ജോലി നോക്കിയതിനാലാണ് ഇത്തരത്തിലൊരു കള്ളക്കേസ് ചുമത്തി കെണിയിലാക്കിയിരിക്കുന്നതെന്ന് യുവാവും ആരോപിക്കുന്നുണ്ട്. കമ്പനിയുടെ സ്റ്റോക്സിൽ നിന്നും സാധനങ്ങൾ മറിച്ചുവിറ്റെന്ന പരാതിയാണ് ബ്രൈറ്റ് ഹോം ട്രേഡ് കമ്പനി വിഷ്ണുവിനെതിരെ നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ തെളിവുകളില്ലെന്നാണ് വിഷ്ണുവും പറയുന്നത്. 2019 ബ്രൈറ്റ് ഹോം ട്രേഡ് എന്ന ട്രക്ക് സ്പെയർ പാർട്സ് കമ്പനിയിൽ വിഷ്ണു ജോലിക്കായി പ്രവേശിക്കുന്നത്. അക്കൗണ്ട് സെക്ഷനിൽ ജോലിക്ക് കയറിയ തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ബ്രാഞ്ചിന്റെ ഇൻചാർജറായി നിയമിക്കുകയായിരുന്നു. 6 വർഷത്തോളം ആ കമ്പനിയിൽ ജോലി ചെയ്ത് 2023 മറ്റൊരു കമ്പനിയിൽ നിന്നും ഓഫർ ലഭിക്കുകയും തുടർന്ന് ബ്രൈറ്റ് ഹോം ട്രേഡിൽ നിന്ന് വിഷ്ണു മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. നിയമപരമായി രാജിക്കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ പോകുന്ന വിവരം അറിഞ്ഞതോടെ വിഷ്ണുവിനെ കുടുക്കാനായി കമ്പനി പല കാര്യങ്ങളും ചെയ്തു. ജോലിയിൽ നിന്ന് വിലക്കുകയും 15 ദിവസത്തോളം വിഷ്ണുവിനെ ജോലിക്ക് പോകാനാക്കാതെ മുറിയിൽ ഇരിക്കേണ്ടിയും വന്നു. ഒടുവിൽ ലേബർ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞതോടെ വിഷ്ണുവിനെതിരെ സ്റ്റോക്സിൽ നിന്നും സാധനങ്ങൾ മറിച്ചുവിറ്റെന്ന പരാതി കമ്പനി നൽകി. 32,000 റിയാൽ, അതായത് 1 കോടിയോളം രൂപ വില വരുന്ന സാധനങ്ങൾ സ്റ്റോക്സിൽ നിന്നും മറിച്ചുവിറ്റു എന്നായിരുന്നു പരാതി. എന്നാൽ ബ്രൈറ്റ് ഹോം ട്രേഡ് സ്ഥാപനത്തിന്റെ മറ്റൊരു ബ്രാഞ്ചായ ഫ്യൂച്ചർ ടെക്നിക്കൽ സ്പെയർ എന്ന കമ്പനിയിൽ നിന്നുമാണ് പാർട്സ് തിരിമറി ചെയ്തതെന്നാണ് പരാതി. എന്നാൽ വിഷ്ണു ജോലി ചെയ്തിരുന്നത് ആ സ്ഥാപനത്തിലല്ല, മറിച്ച് മറ്റൊരു കമ്പനിയിലാണ് എന്ന് ബോധ്യമായതായി കോടതി വിലയിരുത്തി. തുടർന്ന് കമ്പനിയിലെ മറ്റു 2 മലയാളികളെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വിഷ്ണുവിനെതിരെ മൊഴി നൽകാൻ കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ നിയമപരമായി അവർക്കത് നൽകാൻ കഴിഞ്ഞില്ല. സുഹൃത്തിനൊപ്പമാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ താമസം. വീട്ടുകാരെ ഉൾപ്പെടെ ദ്രോഹിച്ചു. ആവശ്യം പറഞ്ഞ് നാട്ടിൽ പല ആൾക്കാരെ കണ്ടിട്ടും ഈ ഒരു പ്രശ്നത്തിന് ഫലമുണ്ടായില്ല. അമ്മയും ഭാര്യയും കുഞ്ഞുമാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിലുള്ളത്. 9 വർഷങ്ങൾക്ക് മുൻപാണ് വിഷ്ണുവും അശ്വതിയുമായുള്ള വിവാഹം നടന്നത്. ദമ്പതികൾക്ക് 7 വയസ്സുള്ള ഒരു മകനുമുണ്ട്. 7.5 മാസം ഗർഭിണി കൂടിയാണ് അശ്വതി ഇപ്പോൾ. മകന്റെ അവസ്ഥയിൽ മനം നൊന്ത് അച്ഛനും ജീവനെടുക്കിയതോടെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ കുടുംബം. ആവശ്യവുമായി കുടുംബം നിരവധി പ്രമുഖരെ കാണുകയുണ്ടായി. എന്നിട്ടും ഇതിനൊരു പ്രതിവിധിയില്ല.